ചീഫ് എഞ്ചിനീയർ ശ്രീ ശശിധരൻ സാക്ഷ്യം വഹിച്ചു. അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്, റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഡാമിന്റെ അന്തർഭാഗങ്ങളുടെ സ്ഥിതിയെ സംബന്ധിച്ച് ഫോട്ടോഗ്രാഫി സ്കാനിംഗ് പരിശോധന നടത്തി. കേരളത്തിന്റെ പ്രതിനിധിയായി നമ്മൾ നിയോഗിച്ചിരുന്നത് റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ ശ്രീ ശശിധരനാണ്. തമിഴ്നാടിന്റെ പ്രതിനിധിയും ആ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിളിൽ ഈ ഫോട്ടോഗ്രാഫിക്ക് സാക്ഷ്യം വഹിക്കാൻ വിറ്റ്നസ്സായി പോയി. അദ്ദേഹം ജൂൺ മാസം 13-ാം തീയതി കേരളം ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിനനുസരിച്ചാണെങ്കിൽ തന്റെ മഗ്നമായ നേത്രങ്ങൾ കൊണ്ട് താൻ കണ്ട കാഴ്ച 1200 അടിയോളം വരുന്ന ദൈർഘ്യം വരുന്ന ഡാമിന്റെ ഉൾപ്രദേശങ്ങളിൽ വൻതോതിലുള്ള വിള്ളലുകൾ, ഏതാണ്ട് 5 അടി വീതിയിലുള്ള വിള്ളലുകളും നിലവിലുള്ള പാറ പോലും പുറത്തേക്ക് എഴുന്നു നിൽക്കുന്നതായി കണ്ടെത്തിയതായിട്ടാണ് ശ്രീ ശശിധരന്റെ റിപ്പോർട്ട്. മാത്രവുമല്ല, അതിന്റെ അവസാനം പറയുന്നു, ഈ റിപ്പോർട്ട് CSMRSന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകണമെന്നില്ല എന്ന ആശങ്കയോടി പങ്കുവെക്കുന്നു. അപ്പൊ തുടർച്ചയായ 9 ഭൂചലനങ്ങൾ ഡാമിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച്, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച്, ഘടനാപരമായ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് പരിശോധനയിൽ വെളിവായ വിവരങ്ങൾ, അതോടൊപ്പം ജലനിരപ്പ് കവിഞ്ഞൊഴുകുന്നത് മൂലമുണ്ടാകുന്ന ആശങ്ക, ഉത്കണ്ഠ, ഈ 3 സാഹചര്യങ്ങളും കൂടി ഒരുമിച്ച് വന്ന പശ്ചാത്തലത്തിലാണ് വണ്ടിപ്പെരിയാറ്റിലും ചപ്പാത്തിലും ഉപ്പുതറയിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൻതോതിലുള്ള ജനകീയ ആശങ്ക, ഉത്കണ്ഠ രൂപപ്പെട്ടു വന്നത്. ആ ഉത്കണ്ഠയ്ക്കനുസരിച്ച്, ആ ആശങ്കയ്ക്കനുസരിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബഹുജന പ്രസ്ഥാനങ്ങളും മതസംഘടനകളും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷാ വ്യത്യാസവും ദേശ വ്യത്യാസവും കൂടാതെ ഒരു മനസ്സോടുകൂടി ഈ പ്രശ്നം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാതെ ഈ ജനകീയ പ്രക്ഷോഭത്തിന് അവസാനം കുറിക്കാമെന്ന് ആര് കരുതിയാലും അത് നടപ്പാകില്ല എന്ന് വിളിച്ചറിയിക്കുന്നതാണ് വൻപിച്ച ജനപങ്കാളിത്തം ഇന്ന് ഈ പ്രക്ഷോഭത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കാര്യം ഫലപ്രദമായി മുന്നോട്ട് വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ പ്രസക്തമായ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വെച്ചു. പ്രകോപനാത്മകമായ സമരങ്ങളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് കേരളത്തിന്റെ താല്പര്യങ്ങളെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുന്ന ഒരു സമരവും ഒരു പ്രക്ഷോഭവും പ്രവേശനവും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗം ഐകകണ്ഠേന ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതെല്ലാവരോടുമുള്ള അഭ്യർത്ഥനയാണ്. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും സൗഹൃദത്തോടുകൂടി നിലനിൽക്കണമെന്ന കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ പ്രകോപനാത്മകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കേരളത്തിന്റെ കേസും കേരളത്തിന്റെ വാദവും ദുർബലപ്പെടുത്തും. അതിനവസരമൊരുക്കാതെ എന്നാൽ ജനാധിപത്യപരമായ രൂപത്തിൽ ഉയർന്നു വരുന്ന ജനകീയ പ്രക്ഷോഭത്തിന് അല്പം പോലും ആവേശവും വീര്യവും മുന്നേറ്റത്തിന് തടസ്സവും സൃഷ്ടിക്കാതെ അനുദിനം ഈ ജനകീയ പ്രക്ഷോഭത്തെ വളർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായും നമുക്ക് കഴിയണം. അതിനനുസരണമായ പ്രവർത്തനങ്ങൾക്കാണ് ഈ അവസരത്തിൽ നിർണായകമായ നേതൃത്വം കൊടുക്കാനുള്ളത്. നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ കാര്യക്ഷമമായ ഈ കാര്യത്തിൽ ആവശ്യമാണ്. ജാഗ്രതാപൂർവമായ പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ഇതുമായി ബന്ധ കുറേയധികം ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായും ആ ആശങ്കകൾ ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായും ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് കൂടി സന്നദ്ധമാകണം. കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തിൽ ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള ചില നടപടിക്രമങ്ങളെ സംബന്ധിച്ചും ചില പരാമർശങ്ങളെ സംബന്ധിച്ചും ഫയൽ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചും ഒക്കെ ഞങ്ങൾക്കുള്ള ആശങ്ക ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തിരിച്ചുകൊണ്ടാണ്. ആ ആശങ്കകൾ ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിലും ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ നടത്തിയ പരാമർശത്തെ സംബന്ധിച്ചുമൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ആശങ്കയും ഉത്കണ്ഠ
ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒരു വലിയ ജനകീയ ഐക്യം തന്നെ വിപുലപ്പെടുത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞ ആശങ്കകൾ, നേരത്തെ പറഞ്ഞ ഉത്കണ്ഠകൾ ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റും ഈ പ്രശ്നത്തിൽ സ്വീകരിച്ചു വരാൻ വേണ്ടി തയ്യാറായാൽ ഒരു സംശയവും വേണ്ട, വിജയം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെന്ന കേരളത്തിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ താല്പര്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. പ്രകോപനാത്മകമായ 1-2 സമരങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ കേന്ദ്ര സേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും കേന്ദ്ര സേനയെ വിന്യസിക്കാൻ മുല്ലപ്പെരിയാർ റിസർവോയറിൽ കേന്ദ്ര സേനയെ വിന്യസിക്കാനുള്ള ഏതൊരു നീക്കത്തെയും കേരളം ശക്തിയുക്തം എതിർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കേരളത്തിന് ആകെ നിയന്ത്രണം ഇപ്പൊ ഉള്ളത് അവിടെ കേരള പോലീസിന്റെ സാന്നിധ്യമുണ്ട് എന്നത് മാത്രമാണ് കേരളത്തിന്റെ ഏക ആശ്വാസം. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദി കേരളത്തിന്റെ ടെറിട്ടറിയിൽ ഭൂപ്രദേശത്ത് 1200 അടി ഉയരത്തിൽ അണ കെട്ടി വെള്ളം കേരളത്തിൽ തന്നെ തടഞ്ഞു നിർത്തി ആ വെള്ളം കേരളത്തിന്റെ ഭൂപ്രദേശത്ത് തന്നെ ഖനനം നിർമ്മിച്ച് പൈപ്പ് വഴി കൊണ്ടുപോയി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, വെള്ളം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, വെള്ളം കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു.